നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കമുള്ളവർ മർദ്ദിച്ച സംഭവത്തിൽ ആദ്യ റിപ്പോർട്ട് ഇന്ന് കൈമാറും. DGPക്കാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറുക. നിയമവിരുദ്ധമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് എന്നതാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, അങ്ങനെ ഇന്ന് SITയുടെ ആദ്യ റിപ്പോർട്ട് DGPക്ക് കൈമാറുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടയിലായിരുന്നു KSU നേതാക്കൾക്ക് ആലപ്പുഴ വെച്ച് മർദ്ദനം ഏൽക്കുന്നത്. എന്നാൽ ഈ സാധാരണ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട മാനുവലിന് വിരുദ്ധമായ തരത്തിലാണ് KSU നേതാക്കളെ മർദ്ദിച്ചത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവർ സുരക്ഷ നൽകുന്ന VIP ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ജോലിയാണ് പ്രത്യേക സുരക്ഷാ സംഘത്തിന് ഉള്ളത്. അതിൽ നിന്നും വിരുദ്ധമായി VIPക്കൊപ്പം യാത്ര ചെയ്യുകയും അതിനുശേഷം VIPയുടെ വാഹനം കടന്നുപോയതിനു ശേഷം ഇവർ അല്ലെങ്കിൽ ഈ സുരക്ഷാ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തി KSU പ്രവർത്തകരെ മർദ്ദിച്ചു എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ആ സുരക്ഷാ സംഘത്തിന്റെ പ്രധാന ജോലി VIPക്കൊപ്പം യാത്ര ചെയ്ത് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് വിരുദ്ധമായി വാഹനം നിർത്തി മർദ്ദിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇത് സുരക്ഷാ മാനുവലിന് വിരുദ്ധമാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 5 പേരെയും വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സന്ദീപ്, അനിൽകുമാർ ഉൾപ്പെടെ 5 പേരെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വകുപ്പ് തല ആദ്യഘട്ട നടപടിക്കുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയപരമായും ഒക്കെ നടന്നിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം തന്നെ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷ ഒരുക്കിയ ഉദ്യോഗസ്ഥർ നടത്തിയ മർദ്ദനവുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയായിരുന്നു. ആ അന്വേഷണം 2 ആഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനായിരുന്നു അന്നത്തെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നത്. അതിനുശേഷം അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കും. അതേസമയം ഈ ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ അന്ന് അവിടെ പോലീസിന്റെ ചുമതല ഉണ്ടായിരുന്ന SP ആയിരുന്ന ചൈത്ര തെരേസ നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ പങ്കും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതിൽ നിന്നും അദ്ദേഹം കൃത്യമായി പഴയ റിപ്പോർട്ട് അല്ലെങ്കിൽ ചൈത്ര തെരേസ നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് ശേഷം മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഒതുക്കി തീർത്തതെന്നാണ് പുതിയ കണ്ടെത്തൽ. ഈ 2 കാര്യങ്ങളുമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് വരുന്നത്. അന്വേഷണം 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പും പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തന്നെ ജോലിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതിൽ 2 പേർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനത്തിലുണ്ടായിരുന്നു. അവർ തിരിച്ച് അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്കെതിരെയുള്ള നടപടിക്കുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ ഈ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ലഭിച്ചാൽ ഉടൻ തന്നെ ആദ്യഘട്ട നടപടി എന്ന നിലയ്ക്ക് ഇവർക്കെതിരെ വകുപ്പ് തലത്തിലുള്ള നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന